പാലക്കാട് വാളയാർ ആൾക്കൂട്ട കൊലപാതക കേസിലെ 4ാം പ്രതി ആനന്ദ് CITU പ്രവർത്തകൻ. പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് രാഷ്ട്രീയ ബന്ധം വ്യക്തമായത്. ആനന്ദ് CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറി എന്നും വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, ഏറെ വിവാദമായ ഈ ആൾക്കൂട്ട കൊലപാതകത്തിലാണ് CPM ബന്ധം വീണ്ടും വ്യക്തമാകുന്നത്. 4ാം പ്രതി CITU നേതാവ്, മുൻ CPM ബ്രാഞ്ച് സെക്രട്ടറി, അങ്ങനെ പ്രദേശത്തെ പ്രാദേശിക നേതാവ് തന്നെയാണ്. ഇത്തരത്തിലുള്ള ബന്ധം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കൂടിയാണ് മറ്റൊരു രീതിയിലേക്ക് ഇതിനെ വഴിതിരിച്ചു വിടാനുള്ള CPMന്റെ ഒരു ഇടപെടലും ആസൂത്രിതമായ നീക്കവും ഉണ്ടായതല്ലേ? സുരേഷ്, തീർച്ചയായിട്ടും ഇന്ന് രാവിലെയാണ് മന്ത്രി MP രാജേഷ് ഈ വാളയാറിലെ ആൾക്കൂട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനം അല്ലെങ്കിൽ മാധ്യമങ്ങളെ വിളിച്ച് പ്രതികരിക്കുകയുണ്ടായത്. ആ സമയത്തുൾപ്പെടെ അതിൽ പ്രതികൾ RSSകാരാണ്, BJPക്കാരാണെന്നൊക്കെ പറഞ്ഞ വിഷയത്തെ വഴിതിരിച്ചു വിടാനുള്ള ശ്രമങ്ങളായിരുന്നു നടന്നത്. അതുപോലെ തന്നെ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായ MP ഗോവിന്ദന്റെ ഉൾപ്പെടെ ഭാഗത്തു നിന്നും കോൺഗ്രസ്സുകാരുടെ ഭാഗത്തു നിന്നും ഒക്കെ സമാനമായ രീതിയിലുള്ള പ്രവർത്തികളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ പോലീസ് തന്നെ അതേ സർക്കാരിൻ്റെ, അതായത് മന്ത്രി MP രാജേഷ് കൂടി ഭാഗവാക്കായ സർക്കാരിൻ്റെ ആ പോലീസ് തന്നെയാണ് കോടതിയിൽ കൃത്യമായിട്ട് ഇതിലെ ഒരു പ്രതിയുടെ രാഷ്ട്രീയ ബന്ധം കൃത്യമായി കോടതിയിൽ പറഞ്ഞിരിക്കുന്നു. കേസിലെ 4ാം പ്രതിയായിട്ടുള്ള ആനന്ദൻ, അതായത് വാളയാറിലെ ആൾക്കൂട്ട കൊലപാതകത്തിലെ 4ാം പ്രതിയായിട്ടുള്ള ആനന്ദൻ CITU പ്രവർത്തകനാണ് എന്നുള്ളതാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ ഇയാളുടെ രാഷ്ട്രീയ ബന്ധം കൃത്യമായിട്ട് തന്നെ പറയുന്നത്. മാത്രമല്ല, ഈ ആനന്ദൻ CPMന്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയാണ് എന്നുള്ള വിവരങ്ങളും കൃത്യമായി പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും വളരെ ദാരുണമായ ഒരു സംഭവമാണ് വാളയാറിൽ നടന്നത് എന്നുള്ളതിൽ തർക്കമില്ല. അതേസമയം തന്നെ അതിനെ രാഷ്ട്രീയമായിട്ട് വക്രീകരിച്ച് വേറൊരു രീതിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള കൊണ്ടുപിടിച്ചുള്ള ശ്രമമാണ് മന്ത്രി MP രാജേഷ്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്ന ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ടത് ഈ മധുവിന്റെ കൊലപാതകം. ഇത്തരത്തിൽ ആൾക്കൂട്ട അതിക്രമത്തിലാണ് മധുവിന്റെ വിലപ്പെട്ട ജീവനും പൊലിഞ്ഞത്. അവിടെയും പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന CPM പ്രവർത്തകർ തന്നെയാണ്. ഇപ്പോൾ വീണ്ടും ഒരു ആൾക്കൂട്ട കൊലപാതകം ഉണ്ടാകുമ്പോൾ അവിടെയും പ്രതിസ്ഥാനത്ത് വരുന്നത് CPM. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും മുഖം രക്ഷിക്കാനുള്ള ഒരു നീക്കം നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഇനിയും ഉണ്ടാകും. പോലീസിന് അതുകൊണ്ട് തന്നെ സമ്മർദ്ദവും ഏറുമെന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ കഴിയുമല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. മധുവിൻ്റെ കേസിലും സമാനമായ രീതിയിൽ CPMന്റെ ഒരു മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ അതിൽ പ്രതിയായിരുന്നു എന്നുള്ളതാണ് വലിയ ചർച്ചാ വിഷയമായിരുന്നു. ഏതായാലും ഈ കേസിലേക്ക് വരുമ്പോൾ ആ CPM ബന്ധത്തിനെ അത് കൃത്യമായിട്ട് തന്നെ പുറത്താവാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ CPMന്റെയും കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ മന്ത്രി MP രാജേഷിൻ്റെയൊക്കെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് തുടക്കം മുതൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ ഇതിൽ പോലീസ് തന്നെ കോടതിയിൽ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടിൽ ഈ പ്രതിയുടെ രാഷ്ട്രീയ ബന്ധം കൃത്യമായി പറയുമ്പോൾ അത് ഇത്തരത്തിൽ ഇതിനെ തെറ്റായ രീതിയിൽ വക്രീകരിച്ച് ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള മന്ത്രി MP രാജേഷിൻ്റെ ഉൾപ്പെടെ ശ്രമങ്ങൾക്ക് ഒരു തിരിച്ചടി കൂടിയായി ഈ വിഷയം മാറുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കൃത്യമായിട്ട് തന്നെ രാഷ്ട്രീയ ബന്ധം ഈ വിഷയത്തിൽ പോലീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു, സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു എന്നുള്ളതാണ്. കേസിലെ 4ാം പ്രതിയായ ആനന്ദനാണ് CITU പ്രവർത്തകനാണെന്നുള്ളത് പറയുന്നത്. CITU പ്രവർത്തകനായ ആനന്ദൻ ഈ ഛത്തീസ്ഗഡ് സ്വദേശിയായ രാംനാരായൺ ബയ്യയെ കാലുകൊണ്ട് തൊഴിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതേസമയം തന്നെ മറ്റൊരു കാര്യം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അതായത് ഈ ആനന്ദൻ എന്ന CITUവിൻ്റെ പ്രവർത്തകൻ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് താൻ ചവിട്ടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, മറ്റൊരു കോൺഗ്രസ്സുകാരനായ വ്യക്തി വലിയ രീതിയിൽ മർദ്ദിക്കുകയുണ്ടായിരുന്നു എന്ന് പോലീസിന് മൊഴി നൽകി എന്നുള്ള വിവരങ്ങളുണ്ട്. പക്ഷേ ഈ കേസിൽ ഇതുവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത പല കോൺഗ്രസിൻ്റെ പ്രവർത്തകരെയും വിട്ടയക്കുന്ന ഒരു നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഴുവൻ ആളുകളെയും ഇതിൽ പിടികൂടണം, എല്ലാവരിലേക്കും കേസ് എത്തണം എന്നുള്ളൊരു ആവശ്യം ശക്തമാവുന്നുണ്ട്. നിലവിൽ 5 പേരെ മാത്രമേ പിടികൂടിയിട്ടുള്ളൂ. 5 അല്ല 15ഓളം ആളുകൾ ഈ കേസിലുണ്ട്. അവരിലേക്കൊക്കെ കേസ് അന്വേഷണം എത്തണം എന്നൊരു ആവശ്യം കൂടെ ശക്തമാവുന്ന സാഹചര്യമുണ്ട്. ഇപ്പോഴേതായാലും പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ വാളയാറിലെ അട്ടപ്പള്ളത്ത് നടന്ന ആൾക്കൂട്ട കൊലപാതകത്തിൽ 4ാം പ്രതിയുടെ രാഷ്ട്രീയ ബന്ധം, അത് CITU പ്രവർത്തകനാണ് 4ാം പ്രതിയായ ആനന്ദൻ എന്നുള്ള കാര്യം വ്യക്തമായി പറയുന്നത്. സർദിനിയാണ് ആൾക്കൂട്ട അതിക്രമത്തിൽ, ആൾക്കൂട്ട കൊലപാതകത്തിലാണ് CPM നേതാക്കളുടെ പങ്കും വ്യക്തമാകുന്നത്. അരുൺ ആലത്തൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.